യേശുവേ നിൻ പാദം കുമ്പിടുന്നേ. യേശുവേ നിൻ പാദം കുമ്പിടും. നിസ്തൂല സ്നേഹത്താലേ ക്രിസ്തുവേ എന്നെയും നീ. നിസ്തൂല സ്നേഹത്താലേ ക്രിസ്തുവേ എന്നെയും നീ. മകനാക്കുവാൻ തിന്മകൾ നീക്കുവാൻ വിൺമഹിമ വെടിഞ്ഞോ. ഹല്ലേലൂയ ആമേൻ. ഹല്ലേലൂയ. യേശുവേ പാദം കുമ്പിടുന്നു. യേശുവേ നിൻ പാദം കുമ്പിടുന്നേ. യേശുവേ നിൻ പാദം കുമ്പിടുന്നു. എന്നുമേ ഞാനിനിയും നിന്നുടെ സ്വന്തമത്രേ. എന്നുമേ ഞാനിനിയും നിന്നോടെ സ്വന്തമത്രേ. ഒന്നുമേ ശക്തമല്ലി ബന്ധം മാറ്റുവാൻ എന്തൊരു ഭാഗ്യമിത്. ഹല്ലേലൂയ ആമേൻ. ഹല്ലേലൂയ. യേശുവേ നിൻ പാദം കുമ്പിടുന്നേ. യേശുവേ നിൻ പാദം കുമ്പിടുന്നേ. യേശുവേ നിൻ പാദം കുമ്പിടുന്നേ. ഭൂതലം വെന്തൊരുകും താരകങ്ങൾ മറയും. ഭൂതലം വെന്തൊരുകും താരകങ്ങൾ മറയും. അന്നുമൻ യേശുവിൻ അൻപിൻ കരങ്ങളിൽ സാധു ഞാൻ വിശ്രമിക്കും. ഹല്ലേലൂയ ആമേൻ. ഹല്ലേലൂയ. യേശുവേ നിൻ പാദം കുമ്പിടുന്നു. യേശുവേ നിൻ പാദം കുമ്പിടുന്നേ. യേശുവേ നിൻ പാദം കുമ്പിടുന്നു. കർത്താവിന്റെ പരിശുദ്ധ നാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. കൃപയാൽ നമുക്കിന്ന് കർത്താവിന്റെ സന്നിധിയിൽ ആയിരിക്കാനും കർത്താവിന്റെ വചനത്തിൽ നിന്ന് ചിന്തിക്കാനും കർത്താവ് നമുക്ക് പ്രമാണിക്കുകയല്ല. കർത്താവിന്റെ സാന്നിധ്യം നമ്മുടെ ഇരുന്ന് കർത്താവിന്റെ കൃപയും കർത്താവിന്റെ വിലയേറിയ സംരക്ഷണവും നിത്യേന അനുഭവിക്കുവാൻ തക്കവണ്ണം നമുക്ക് കൃപ തന്ന ദൈവം ഇന്നും നമ്മളെ ഇവിടെ കൂട്ടുകയറ്റിയിരിക്കുന്ന കർത്താവിനെ സ്തുതിക്കാം. നമുക്കിന്ന് കർത്താവിന്റെ വചനത്തിൽ നിന്ന് ലൂക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 21-ാം വാക്യം നമുക്ക് വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 21-ാം വാക്യം. ഇനി 19 മുതൽ വായിക്കാം. 19 മുതൽ വായിക്കാം. യേശുവിന്റെ അമ്മയും സഹോദരന്മാരും പുരുഷാരം നിമിത്തം അവനോട് അടുപ്പാൻ കഴിഞ്ഞില്ല. അവനോട് അടുപ്പാൻ കഴിഞ്ഞില്ല. അമ്മയും സഹോദരന്മാരും നിന്നെ കാണാൻ ഇരിക്കുന്നുണ്ട്. യേശുവിന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, നിന്റെ അമ്മയും നിന്റെ സഹോദരന്മാരും നിന്നെ കാണുവാൻ വന്നിരിക്കുന്നു, പുറത്തു നിൽക്കുന്നുണ്ട്. അവനോട് അറിയിച്ചു. അവനോട് എന്റെ അമ്മയും സഹോദരന്മാരും ദൈവവചനം കേട്ട് ചെയ്യുന്നത് അത്രയും. യേശു പറഞ്ഞു, എന്റെ അമ്മയാരും സഹോദരന്മാരാണ് ദൈവത്തിന്റെ വചനം കേട്ട് ചെയ്യുന്നവരത്രേ എന്ന് ഉത്തരം പറഞ്ഞു. അവിടെ യേശുവിന്റെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, യേശു നമ്മുടെ ആരെല്ലാമാണ്?
യേശു നമ്മുടെ ദൈവമാണ്. മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തു. യേശു നമ്മുടെ സഹോദരനാണ്. എങ്ങനെയാ നിയമം? യേശു നമ്മുടെ സഹോദരനാണ്. ഞാൻ നിന്റെ നാമത്തെ എന്റെ സഹോദരന്മാരുടെ കീർത്തിക്കും. കർത്താവിന്റെ നാമത്തെ വെളിപ്പെട്ടവരാണ് യേശുവിന്റെ സഹോദരന്മാർ. അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളെ സകലതും പഠിപ്പിക്കും. നമ്മുടെ അധ്യാപകൻ അല്ലെങ്കിൽ ഗുരുവാണ് യേശു ക്രിസ്തു. അപ്പൊ യേശു ക്രിസ്തു ഗുരുവായി തീരണമെങ്കിൽ എന്ത് ചെയ്യണം? പറ. അവനാൽ പ്രാപിച്ച അഭിഷേകം നമ്മിൽ വസിക്കുന്നു. അതുകൊണ്ട് ആരും നമ്മെ ഉപദേശിക്കാൻ ആവശ്യമില്ല. നമ്മൾ പ്രാപിച്ച അഭിഷേകം തന്നെ നമ്മൾ സകലതും പറഞ്ഞു ബുദ്ധി ഉപദേശിച്ച് വഴി നടത്തും. 1 യോഹന്നാൻ 2-ാം അധ്യായത്തിൽ 26-ാം വാക്യം. അടുത്തത്, യേശു നമ്മുടെ സ്നേഹിതനാണ്. എങ്ങനെയാണ് യേശു നമ്മുടെ സ്നേഹിതനാവുന്നത്? എങ്ങനെയാ? എങ്ങനെ? ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് നിങ്ങൾ ചെയ്താൽ നിങ്ങൾ എന്റെ സ്നേഹിതന്മാർ തന്നെ. യേശു നമ്മളോട് എന്ത് കൽപ്പിക്കുന്നോ അത് ചെയ്താൽ യേശു നമുക്കാരാ? സ്നേഹിതനാണ്. അപ്പോ ഈ കാര്യങ്ങളൊക്കെയും നമ്മൾ ദൈവത്തിന്റെ വചനത്തിൽ പഠിക്കുന്നതാണ്. യേശു നമുക്ക് സഹോദരനാണ്, സ്നേഹിതനാണ്, നമ്മുടെ ഗുരുവാണ്, നമ്മുടെ സ്നേഹിതനാണ്. ഇവിടെ വേറൊരു വാക്യമാണ് ഇപ്പൊ നമ്മൾ വായിച്ചത്. എന്താണ് വാക്യം? എന്റെ അമ്മയും സഹോദരന്മാരും ആരും. ആ വാക്യത്തിൽ 3 സ്ഥലത്ത് ഉണ്ട് ഈ വാക്യം. 3 സുവിശേഷത്തിലാണെന്ന് തോന്നുന്നു ഈ വാക്യം. ഏതാ? നിന്റെ സഹോദരന്മാരും നിന്റെ അമ്മയും നിന്നെ കാണാൻ വന്നിരിക്കുന്നു പറഞ്ഞപ്പോ, അപ്പോ യേശു പറഞ്ഞ വാക്കാ. എന്റെ സഹോദരന്മാരാണ് എന്റെ അമ്മ ആരാണ്? ഈ ദൈവത്തിന്റെ വചനം അനുസരിക്കുന്നവരാണ് എന്റെ അമ്മയും എന്റെ സഹോദരന്മാർ. അപ്പോ നമ്മൾ ആദ്യം ഒന്നുകൂടെ ചിന്തിക്കണം. സഹോദരനായി തീരണമെങ്കിൽ എന്ത് വേണം? പറ. അതാണോ? അവന്റെ നാമം നമുക്ക് വെളിപ്പെടുത്തി കിട്ടുമ്പോഴാണ് യേശുവിന്റെ സഹോദരനായി തീരുന്നത്. പിന്നെ ഗുരുവായി തീരുന്നത് എങ്ങനെയാണ്? അഭിഷേകം പ്രാപിക്കുമ്പോഴാണ് അവൻ ആ സമയം മുതലാണ് ഗുരുവായി തീരുന്നത്. പിന്നെ സ്നേഹിതനായി തീരുന്നത് എങ്ങനെയാണ്? അവൻ കൽപ്പിക്കുന്നത് എന്തെങ്കിലും ചെയ്താൽ അവൻ നമ്മുടെ സ്നേഹിതനാണ്. അതെല്ലാം വചനങ്ങളുണ്ട്. ഇവിടെ ഇതുവരെയും നമ്മൾ മറ്റുള്ള ഭാഗത്തിൽ കേൾക്കാത്തൊരു വാക്ക്. യേശുവിന്റെ ആരായി തീരാനുള്ള ഒരു സാധ്യത ചേർക്കുന്നു. മകൻ. ആരുടെ സഹോദരൻ? ആരുടെ അമ്മ? ആര്? യേശുവിന്റെ അമ്മയായി തീരുന്നാൽ സാധ്യത ആർക്കുണ്ട്? ദൈവസംഘം. അപ്പൻ എന്നൊരു വാക്കുണ്ടോ? അപ്പൻ എന്നൊരു വാക്കില്ല. ആ 3 സുവിശേഷത്തിൽ ദൈവത്തിന്റെ ആത്മാവ് എത്ര സൂക്ഷ്മതയോടുകൂടി അത് എഴുതിയിരിക്കുന്നു എന്നുള്ളത് നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ ദൈവത്തിന്റെ വചനത്തോടുള്ള നമ്മുടെ ആത്മാർത്ഥതയും ഭയവും വർദ്ധിക്കും. കാരണം അപ്പനത് എഴുതിയിട്ടില്ല. അവിടെ എങ്ങനെയാണ് നാം യേശുവിന്റെ അമ്മയായി തീരുന്നത്? അപ്പൊ മറിയയുടെ അതേ സ്ഥാനം തന്നെ, അതിനേക്കാൾ ശ്രേഷ്ഠമായ സ്ഥാനം തന്നെ ദൈവത്തിന്റെ സഭയ്ക്ക് ലഭിക്കും എന്നുള്ളതാണ് പറഞ്ഞത്. അതെങ്ങനെയാണ് അത് സാധിക്കുന്നത്? അതിനാണ് കർത്താവിന്റെ വചനം പറയുന്നത്. മറിയ, കർത്താവിനെ പ്രസവിച്ച മറിയ ഉദരത്തിൽ ലോഹിച്ചു. കർത്താവിനെ ഉദരത്തിൽ ലോഹിച്ചു. ദൈവഭക്തൻ എവിടെ വഹിക്കുന്നു? ഹൃദയത്തിൽ വഹിക്കുന്നു. അമ്മ മറിയയുടെ ഉദരത്തിൽ ശിശു രൂപം കൊണ്ടു. ദൈവഭക്തന്റെ ഹൃദയത്തിൽ ക്രിസ്തു രൂപം കൊണ്ടു. വളർച്ചാപൂർത്തീകരണത്തിങ്കൽ അമ്മ
ഒരു ആൺകുട്ടിയെ പ്രസവിച്ചു. ക്രിസ്തുയേശു എന്ന് ധാരാളം വളർന്ന് വളർച്ചാപൂർത്തീകരണം വന്ന ക്രിസ്തുവിനെ ദൈവത്തിന്റെ സഭ ലോകത്തിന് വെളിപ്പെടുത്തുന്നത്. അതുകൊണ്ടാണ് വചനത്തിൽ നമ്മൾ പഠിക്കുന്നത്, ഈ വക ആര് കേട്ടിട്ടുള്ളൂ, ഈ വക ആര് കണ്ടിട്ടുള്ളൂ. അവൾ നോവ് കിട്ടിയ ഉടനെ ഒരു ആൺകുട്ടിയെ പ്രസവിച്ചു. ഒരു ദൈവഭക്തൻ തന്റെ ഹൃദയത്തിൽ വഹിക്കുന്ന ഒരാളാണ് ക്രിസ്തു. അപ്പോ ഒരു സ്വന്തം കുഞ്ഞിന് അനേകര് സ്വപ്നം കണ്ടു എന്ന് പറയാറുണ്ട്. എന്താണ്? ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു, എന്റെ കുഞ്ഞിന് സുഖമില്ലാതിരിക്കുന്നു. മിക്കവാറും പറയാറില്ല. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരാൾ ഒന്നിച്ച് പറഞ്ഞു, എന്റെ മകൻ ക്ഷീണിച്ച് മെലിഞ്ഞ് വളരെ ദാരുണമായിട്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ്. അപ്പോ അദ്ദേഹത്തിനാണ് ഈ മകനില്ലതാൻ. ഇത് ആരെയാണ് ഇത് കുറിക്കുന്നത്? അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ കർത്താവ് കൊടുത്തിട്ടുള്ള ക്രിസ്തുവിനെയാണ്. യഥാർത്ഥത്തിൽ ഒരു അമ്മയുടെ സ്ഥാനത്ത് നിന്നാണ് അതിനെ വളർത്തിക്കൊണ്ടിരിക്കുന്നത്. അത് വെളിപ്പെടുന്ന ഒരു സമയമുണ്ട്. ആ വെളിപ്പെടുന്ന സമയത്ത് താൻ്റെ വചനം പറയുന്നത്, ആ മനുഷ്യന്റെ ഉള്ളിൽ വളരുന്ന ക്രിസ്തുവിന്റെ ആ ജീവന്റെ അമ്മയുടെ സ്ഥാനത്ത് ആ മനുഷ്യ ജീവിതം വെളിപ്പെടും. അതുകൊണ്ട് കർത്താവിന്റെ വചനത്തിൽ നമ്മൾ പഠിക്കുന്നത് എങ്ങനെയാണ് ആ സ്ഥാനമായി തീരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏത് സമയത്താണ് ആ ഹൃദയത്തിൽ ഇതിനെ പ്രാപിക്കുന്നത്, ഈ ക്രിസ്തുവിനെ പ്രാപിക്കുന്നത് എന്ന് വചനം പറയുന്നുവോ ആ സമയത്താണ് ഒരു അമ്മയുടെ സ്ഥാനത്തേക്ക്, ക്രിസ്തുവിന്റെ അമ്മയുടെ സ്ഥാനത്തേക്ക് ഒരു മനുഷ്യൻ വരുന്നത്. കഴിഞ്ഞ ആഴ്ച സ്നാനം ഉണ്ടായിരുന്നു. ക്രിസ്തുവേശനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങൾ ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നത ശക്തി നിന്റെ മേൽ നേരിടും. ആകെ ഉത്ഭവിക്കുന്ന പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. മറിയയുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നു. ആ പരിശുദ്ധാത്മാവിനാൽ ഒരു സന്തതി, ഒരു പ്രജ അവളുടെ ഉള്ളിൽ ഉരുവായി, അവളുടെ ഗർഭത്തിൽ ഉരുവായി. ഇതുപോലെ തന്നെ പുതിയ നിയമത്തിൽ ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ പാപങ്ങളുടെ പരിഹാരം വരുമ്പോൾ, മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേൽക്കുന്ന ശുശ്രൂഷ പ്രാപിക്കുമ്പോൾ, ആ വ്യക്തിയുടെ ഹൃദയത്തിൽ ക്രിസ്തു ജീവിതം ആരംഭിക്കുക. ആ സമയം മുതൽ ഒരു അമ്മയുടെ സ്ഥാനത്ത് നിന്ന് വളരുകയാണ്. അതാണ് കർത്താവ് പറഞ്ഞത്, എന്റെ അമ്മ ആര്, എന്റെ സഹോദരന്മാരാര്, എന്റെ സ്നേഹിതരാര്, എന്റെ ശിഷ്യന്മാരാര്, ഇതെല്ലാത്തിനും വ്യവസ്ഥയുണ്ട്. അതുകൊണ്ട് കർത്താവിന്റെ വചനത്തിൽ നമ്മൾ പഠിക്കുന്നത്, നമ്മൾ എവിടെ പോയിരുന്നാലും ഒരു കാര്യം ഓർത്തുകൊണ്ട്, ഒരു അമ്മയും കുഞ്ഞുമായിട്ടുള്ള ബന്ധമെന്ന് പറയുന്നത് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ബന്ധമായിട്ട് മനുഷ്യരുടെ ഇടയിൽ പറയുന്നു. ദൈവസഭയിലല്ല. ദൈവസഭയിൽ ഏറ്റവും വലിയ ബന്ധം ഏതാണ്? ദൈവസഭയിലുള്ള ഏറ്റവും വലിയ ബന്ധം എന്ന് പറയുന്നത് സഹോദര ബന്ധം. അതിനാ വചനം പറയുന്നത്, സഹോദരൻ ശവക്കുഴി കാണാതെ എന്നേക്കും ജീവിച്ചിരിക്കേണ്ടതിന് അവനെ വീണ്ടെടുപ്പാനോ ദൈവത്തിന് വീണ്ടെടുപ്പിന് കൊടുക്കാനോ ആർക്കും കഴിയുകയില്ല. അവന് വീണ്ടെടുപ്പ് വില അത് വിലയേറിയതാണ്. ആ ബന്ധമാണ്, അത്ര ഭയങ്കര ബന്ധമാണ് സഹോദര ബന്ധം. എന്നാൽ ക്രിസ്തുവുമായിട്ട് സഹോദര ബന്ധം ഉണ്ടായിരിക്കെ തന്നെ, ക്രിസ്തുവിന്റെ നാമം വെളിപ്പെട്ട് നാമത്തിൽ വിശ്വസിക്കുമ്പോൾ തന്നെ അവന്റെ ഉള്ളിൽ വളരുന്ന ക്രിസ്തുവിന് മാതൃത്വവും അവനുണ്ട്, സ്നേഹിതമുള്ള പദവിയുണ്ട്, അവനെ പഠിപ്പിക്കുന്ന ഗുരു എന്നുള്ള പദവി, ശിഷ്യ എന്നുള്ള പദവി അവനുണ്ട്. ഇങ്ങനെ ഈ വിധത്തിലെല്ലാം അവൻ പദവി ദൈവത്തിൽ നിന്ന് പ്രാപിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇന്ന്
ദൈവത്തിന് മുമ്പാകെ നമ്മൾ ഓർക്കേണ്ടത്, നമുക്ക് ഭൗതികമായിട്ട് നമുക്ക് കുഞ്ഞുങ്ങളുണ്ട്. നമുക്ക് മറ്റെന്ത് എല്ലാറ്റിനേക്കാളും വലുതാണ്. ജാതികളിൽ പറയുന്ന പോലെ കാക്കയ്ക്കും തൻകുഞ്ഞ് പൊൻകുഞ്ഞ് എന്ന് പറയുന്ന പോലെ നമുക്കും കർത്താവ് തന്നിട്ടുണ്ട് ലോകത്തിലുള്ള ബന്ധങ്ങൾ. അങ്ങനെയുള്ള ബന്ധങ്ങൾക്ക് ഏറ്റവും വലുതാണ് അതെങ്കിൽ ഞങ്ങളുടെ ജീവനെ പോലും ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മനുഷ്യൻ കൊടുത്തു കളയും. അങ്ങനെയെങ്കിൽ അവരുടെ ഉള്ളിൽ വളരുന്ന ക്രിസ്തുവിന് വേണ്ടി, അവരുടെ ഉള്ളിൽ വളരുന്ന തന്റെ മകനായിട്ട് കർത്താവ് തന്നിട്ടുള്ള, തങ്ങളുടെ ഹൃദയത്തിൽ വഹിക്കാൻ തന്നിട്ടുള്ള ആ ക്രിസ്തു എന്ന കുഞ്ഞിന് വേണ്ടിയിട്ട് ഒരു മനുഷ്യന് എത്രത്തോളം ത്യാഗം സഹിക്കണം, എത്രത്തോളം കഷ്ടപ്പെടണം. അവിടെയാണ് ഒരു മനുഷ്യൻ കൊള്ളാകുന്നവൻ അല്ലെങ്കിൽ കൊള്ളരാത്തവനെന്ന് തെളിയുന്നത്. വിശ്വാസത്തിൽ ഇത്രയും കാലം കർത്താവ് നടത്തിക്കൊണ്ട് വന്ന എന്റെ ജീവിതത്തിൽ ഇതിനെ സംബന്ധിച്ച് വലിയൊരു ചരിത്രം തന്നെ പറയാനുണ്ട്. കാരണം എത്രയോ മനുഷ്യർ വിശ്വാസത്തിൽ ഇത് ആരംഭിച്ചതിന് ശേഷം അവസാനം ആ കുഞ്ഞ് മരിച്ചു പോകുന്ന അവസ്ഥ 1, 2, 5, 10 അല്ല, അത്രമാത്രം വലിയൊരു കൂട്ടം ഇത് നഷ്ടപ്പെടുത്തി കളഞ്ഞവരുണ്ട്. എന്നാൽ അവരുടെയൊക്കെ ഭൗതിക ജീവിതത്തിൽ പരിശോധിച്ചു കഴിഞ്ഞാൽ അവരുടെ ഭൗതികമായി അവർക്കുള്ള കുഞ്ഞിന് വേണ്ടിയിട്ട് അവർ മരിക്കും. ഞാനൊരു ദിവസം വരുമ്പോ ഒരു സഹോദരി വിഷാദിച്ചിരിക്കും. അവർക്കൊരു മകനുണ്ട്. ആ മകൻ മരിച്ചു പോകുന്നതായിട്ട് സ്വപ്നം കണ്ടു. അവരിൽ നിന്ന് മരിച്ചകന്ന് പോകുന്നതായിട്ട് സ്വപ്നം കണ്ടു. വളരെ വിഷമിച്ചിരിക്കുക. എന്ന് വെച്ച് അവർക്ക് എഴുന്നേൽക്കാൻ വരെ താല്പര്യമില്ല. ഇനി മുമ്പോട്ട് ജീവിക്കണമെന്ന് വരെ താല്പര്യമില്ല. അപ്പൊ ഞാൻ കാര്യങ്ങളെല്ലാം ആദ്യം മുതലേ ചോദിച്ച് മനസ്സിലാക്കി. അപ്പോ അവരുടെ പിതാവ് വരുന്നതും അവിടെ ചില കാര്യങ്ങളെല്ലാം സംഭവിക്കുന്നത് കാണിച്ചത്. അപ്പൊ വന്നപ്പോ കാര്യം ഞാൻ പറഞ്ഞു, അങ്ങനെ അതല്ല. നിങ്ങളുടെ മകൻ മരിച്ചു പോകുന്നതോ നിങ്ങളുടെ മകൻ ഇല്ലാതെ പോകുന്നതോ അല്ല വിഷയം. ഇത് ആത്മീയ പുത്രത്വമാണ്. നിങ്ങളുടെ ഉള്ളിൽ, നിങ്ങളുടെ ഹൃദയത്തിൽ വളരുന്ന ഒരു ശിശുവുണ്ട്. അത് ക്രിസ്തുവാണ്. അതില്ലാതെ പോകാൻ പോവാ. അല്ലാതെ ഈ ഭൗതികമായി കുഞ്ഞ് നശിച്ചു പോകുന്നതല്ല, അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോകുന്നതല്ല. അവരുടെ മുഖം തെളിഞ്ഞു, അവരുടെ വിഷമം മാറി, ഭാരം നീങ്ങി. അവർക്ക് എല്ലാറ്റിനും ഒരു ആശ്വാസം, ജീവിക്കണമെന്ന് തന്നെ തോന്നലായി. ദൈവമേ, അപ്പൊ അതിനത്രേ വിലയുള്ളൂ. ഇത്ര ഇതിന് വിലയുള്ളൂ. ഒരു പെറ്റതള്ള കുഞ്ഞിനെ മറക്കുമോ? കർത്താവ് ചോദിച്ചിരിക്കുന്നതാണ്. ഒരു പെറ്റതള്ള കുഞ്ഞിനെ മറക്കുമോ? മറക്കും. എന്നാൽ അവക്ക് ആ ഒരു വ്യക്തിക്ക് തന്റെ ഹൃദയത്തിൽ കർത്താവ് കൊടുത്തിരിക്കുന്ന ആ പുത്രത്വം എന്ന് പറഞ്ഞ ആ ശിശു എന്ന് പറയുന്നത്, അതിന് ദൈവം ലോകസ്ഥാപന മുൻകണ്ടിട്ടുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ അത് സഹിക്കില്ല. സഹിക്കാൻ പറ്റരുത്. കാരണം അതാണ്. അതവിടെ പറഞ്ഞ കേട്ടപ്പോൾ അവർക്ക് മനസ്സിലായില്ല. എന്റെ അമ്മയും സഹോദരന്മാരും വന്നിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോ അവർക്കത് മനസ്സിലായില്ല. പക്ഷെ കർത്താവ് തെളിച്ചങ്ങ് പറയുന്നത് നിങ്ങൾ ആരെ അന്വേഷിക്കുന്നു പറഞ്ഞേ? എന്റെ അമ്മയും എന്റെ സഹോദരന്മാരും. നിങ്ങൾ വിചാരിക്കുക ആരാണ് എന്റെ അമ്മ, ആരാണ് എന്റെ സഹോദരന്മാർ? യഥാർത്ഥത്തിൽ ഈ ലോകത്തിൽ വന്ന് ജനിക്കാനായിട്ട് ഒരു ദൈവം തെരഞ്ഞെടുത്തൊരു പാത്രമാണ് അമ്മ മറിയ. അതിന് അവരുടേതായിട്ടുള്ള മാന്യതയും നിലയും വിലയും എല്ലാം ദൈവത്തിന് മുമ്പാകമുണ്ട്. അതില്ലെന്നല്ല പക്ഷേ. എന്നാൽ യഥാർത്ഥത്തിൽ എന്റെ അമ്മയെന്ന് പറഞ്ഞാൽ ആരാന്നറിയോ? യഥാർത്ഥത്തിൽ എന്റെ സഹോദരന്മാരാന്നറിയാമോ? ദൈവത്തിന്റെ വചനം അനുസരിക്കുന്ന ഈ നിൽക്കുന്ന മനുഷ്യരാണ് എന്റെ അമ്മയും സഹോദരന്മാരും. അപ്പോൾ ഇവിടെ നിന്ന് നാളെ ദൈവത്തിന് മുമ്പാകെ ഒരു കൂട്ടം വെളിപ്പെടാൻ പോവാ. വെളിപ്പെടുമ്പോൾ കർത്താവിന്റെ സഹോദരന്മാരുമായ ഒരു കൂട്ടം, അതിനെല്ലാറ്റിനും ഉപരിയായി തന്റെ കുഞ്ഞിനെ പോലെ, തന്റെ ഭൗതികമായ കുഞ്ഞിനേക്കാൾ പവിത്രമായിട്ട് സൂക്ഷിച്ച് കരുതി കൊണ്ടു നടന്ന ഒരു കൂട്ടം മാതാക്കൾ
ഒരു കൂട്ടം ഉണ്ട്. അതായത് യേശുവിന്റെ മാതൃത്വം അവകാശപ്പെടാവുന്ന ഒരു വലിയൊരു കൂട്ടം. അതിന് മുമ്പിൽ അമ്മ മറിയൊന്നുമില്ല. അതിന് മുമ്പിൽ ആ സ്ഥാനമൊന്നും അല്ല വലുത്. അതിപ്പോ ഇന്ന് വെളിപ്പെടാൻ പോവാ. ആ വെളിപ്പെടുന്ന സമയം എന്ന് പറയുന്നത് ചെറിയൊരു ദിവസമല്ല, ചെറിയൊരു സന്ദർഭമല്ല. കാരണം ആർദ്രതയോടുകൂടി സ്വന്തം സ്വന്തം ജീവൻ പോയാലും ബെഡേല് പാമ്പ് കളിച്ചോണ്ടിരിക്കുക. പാമ്പാ കളിക്കുന്നതെന്നുള്ളത് കൊച്ചിനറിയാൻ പാടില്ല. കൊച്ചു ചിരിക്കും, തട്ടും. മൂർഖൻ പാമ്പ് പത്തി വരുത്തി എതിര് നിൽക്കുക. അമ്മ അത് കണ്ടുകൊണ്ട് വന്നു. സാവധാനത്തിൽ ചെന്ന് അടുത്ത് ചെന്ന് ഈ കൊച്ചിനെ അങ്ങ് തട്ടി മാറ്റിയിട്ട് അതിന്റെ പുറത്തേക്ക് അങ്ങ് കിടന്നു. കൊച്ചു രക്ഷം. അമ്മയ്ക്ക് എന്ത് സംഭവിക്കട്ടെ? അവിടെ കുഞ്ഞ് അത് വിഷയമല്ല. അത് അമ്മയും കുഞ്ഞും തമ്മിലുള്ള ബന്ധമാണ്. കാരണം അവനാണ് പറയേണ്ടത്. ആ പറയുന്ന വാക്ക്, ജാതികളുടെ വാക്ക് നമ്മൾ കേട്ടിട്ടുണ്ട്. അവനാണ് ജീവിക്കേണ്ടത്. അവൻ ജീവിക്കട്ടെ. ഇനി ഞാൻ ഇത്രയും പ്രായമായി ഈ ഇനി ഞാൻ എന്തിനു ജീവിക്കുന്നു? ഞാൻ ജീവിച്ചിട്ടുണ്ട്. ഇനി അവര് ജീവിക്കട്ടെ. അവരല്ലേ ജീവിക്കണ്ടേ? അതല്ലേ നമ്മുടെ ഉത്തരവാദിത്വം. നമ്മുടെ ജീവിതം ധന്യമായി തീരാവുന്ന അതല്ലേ? അപ്പൊ താൻ ഒന്നുമില്ലാത്ത രീതിയിൽ അവിടെ തീരുവാണ്. കുഞ്ഞ് നിലനിന്ന് കാണോ? ഇനി മൂർഖും പാമ്പ് കടിക്കുന്നതോ, താൻ മരിക്കുന്നതോ അതല്ല വിഷയം. അത് ഏത് തരത്തിലുള്ള കഷ്ടത അനുഭവിക്കുമ്പോഴും ആ കുഞ്ഞു ജീവനോടെ ഇനി കാണുന്നത് കേൾക്കുമ്പോൾ ദുഃഖം മറക്കും, മരണത്തിലേക്ക് നീങ്ങുക. ഇതുപോലെ ഇതുപോലെ ഒരു അംശം മാത്രം ഇതിന്റെ അനേക ഇരട്ടിയായി തങ്ങളുടെ ഹൃദയത്തിൽ ഏൽപ്പിച്ചു കിട്ടിയിട്ടുള്ള ഈ ജീവനെ കാത്തു സൂക്ഷിക്കുന്ന ഒരു കൂട്ടം ഈ ലോകത്തിലുണ്ട്. കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് മുമ്പ് വിഷമിച്ച് ഞാൻ റോയും കൂടെ ഇരുന്ന് സംസാരിച്ചപ്പോ ഇങ്ങനെ പറഞ്ഞു, സഭാപ്രസംഗി എഴുതിയിരിക്കുന്നത് എത്ര ശരിയാ. 1000 പുരുഷന്മാരിൽ ഒരുത്തനെ ഞാൻ കണ്ടു. 1000 പുരുഷന്മാർ കൂടി ഒരാളെ ഞാൻ ഇങ്ങനെയുള്ളതിന് ഒരാളെ കണ്ടു. അത്രയും സ്ത്രീകളിൽ ഒരാളെ കണ്ടില്ല. 1000 അത്രയും സ്ത്രീകളിൽ ഞാൻ ഒരാളെ കണ്ടില്ല. അത് ഞാൻ വേറെ ചില കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ പറഞ്ഞതാ. എവിടെ നോക്കിയാലും ഇതാണ്. വെച്ച് മാറുന്ന സന്ദർഭം വരും. നിന്റെ ഭൗതിക കുഞ്ഞാണോ ഇതാണോ വലുതെന്ന് വെച്ച് മാറുന്ന ഒരു സമയം വരും. ആ സമയത്ത് വെറും, അതായത് അതിന്റെ മുമ്പിൽ ഇതൊന്നുമല്ല. ഇങ്ങനെയാണ് ലോകത്തിൽ എവിടെയും കാണുന്നത്. ദൈവം നോക്കിക്കൊണ്ടിരിക്കുക. കാരണം ജാതികളെ പറയുന്നത് നമ്മൾ പറഞ്ഞ പോലെ കാക്കയ്ക്കും തൻകുഞ്ഞും പൊങ്ങിന്ന് പറയുന്ന പോലെ മനുഷ്യന് ഇത് വലുതാണെങ്കിൽ ദൈവത്തിന് അതിലും വലുതാണ്. അതിനെ മാനിക്കുകയും അതിനെ സ്നേഹിക്കുകയും അതിനെ കരുതുകയും ഒരു അമ്മയുടെ ആർദ്രതയോടുകൂടി അതിന്മേൽ ദൃഷ്ടി വയ്ക്കുകയും അതിനെ ഹൃദയത്തിൽ കരുതുകയും ചെയ്യുന്നവൻ ദൈവത്തിന് ഉപകാരം ആരാ? കണക്കാക്കാൻ സാധിക്കില്ല, കണക്കാക്കത്തില്ല. അങ്ങനെ വേദനപ്പെട്ടുരുകി ഇതിനെ ഹൃദയത്തിൽ വഹിക്കുന്ന ഒരു കൂട്ടം ഇന്ന് ലോകത്തുണ്ട്. അവരെയാണ് ദൈവസഭയിൽ ശ്രേഷ്ഠമായ ഒരു കൂട്ടം എന്ന് പറയുന്നത്. ആ കൂട്ടത്തിൽ ഉൾപ്പെടാൻ വേണ്ടിയിട്ട് അനേകർ ഓടുകയാണ്, പരിശ്രമിക്കുകയാണ്, അനേകർ കഷ്ടപ്പെടുകയാണ്. അതുകൊണ്ടൊന്നും ആ കാര്യം സാധ്യമാവില്ല. ആ കാര്യം സാധ്യമാകണമെങ്കിൽ ഒന്നേ ഉള്ളൂ. പ്രധാനസ്തോത്രം. അതാണ് ബന്ധം. ലാറ്റൂരിയായ ബന്ധം അതാണ്. ആ ബന്ധത്തെക്കാൾ അധികം എന്ത് ബന്ധം? ആ ബന്ധത്തെ ഉദ്ദേശിച്ചിട്ടാണ് പറയുന്നത്. ഉണ്ട്, നിങ്ങൾ കാണുന്ന പോലെയല്ല. നീ ലോകത്തിൽ കാണുമ്പോൾ വിശ്വാസികളാ മുഴുവനും. ഭക്തന്മാരാണ്, വേദോത്സവം നടക്കുന്നവരാണ്, പ്രസംഗിക്കുന്നവരാണ്, പ്രസംഗം കേൾക്കുന്നവരാണ്, ശ്രേഷ്ഠന്മാരാണ്, എല്ലാം ചെയ്തു തന്നെയാണ്. പക്ഷെ ഓർത്തുകൊള്ളണം, ഇതിനകത്ത് യേശു പറഞ്ഞു വെക്കും, എന്റെ അമ്മയായിട്ട് കുറെ കൂട്ടവരുണ്ട്. എന്റെ അമ്മ എന്നുള്ള സ്ഥാനം വഹിക്കുന്ന ഒരു കൂട്ടം ഇതിനകത്തുണ്ട്. അത് ദൈവത്തിന് മുമ്പാകെ ആരെന്ന് ചിന്തിച്ചു കൊള്ളണം. ഇന്ന് ഈ ഇരിക്കുന്ന നമ്മുടെ ജീവിതത്തിലും ഇതൊക്കെ നമ്മുടെ ഹൃദയത്തിൽ ഏൽപ്പിച്ച് കിട്ടിയവരാ. യേശു ആ സ്ഥാനത്തേക്ക് എത്താൻ നമ്മെ എല്ലാവരെയും കൊണ്ടുവന്നതാ. പക്ഷേ അവൻ നോക്കുന്നു. എതിർഷ്ടയും സ്തോത്രം.
ഏത് നമ്മുടെ ഒരു മനുഷ്യന്റെ ദൃഷ്ടി, ഒരു മനുഷ്യന്റെ ഹൃദയം ആ വളരുന്ന വ്യക്തിത്വത്തെ കുറിച്ച് എന്ത് വിചാരിക്കുന്നു, എന്ത് ചിന്തിക്കുന്നു, സൂക്ഷ്മത പരിശോധിച്ചു കഴിയുമ്പോൾ ദൈവം കണ്ട ഒരു കൂട്ടം ജനമുണ്ട്. അതുപോലെ അവർ കണക്കുകൂട്ടി. അതുപോലെ കണക്കുകൂട്ടി ആ ദിവസം വന്നെത്തുമ്പോൾ ആ ജീവനുള്ള കൊച്ചിന്റെ അമ്മ പറഞ്ഞതുപോലെ, അയ്യോ പിളർക്കണ്ട, പിളർക്കണ്ട, അവൾക്ക് കൊടുത്തേര്, അവൾക്ക് കൊടുത്തേര്, അവൾ കൊണ്ടുപോയി കുളത്തിൽ കൊണ്ടുപോയിക്കോട്ടെ. മറ്റവള് പറയുന്നത് എനിക്ക് വേണ്ട, നിനക്കും വേണ്ട. ആ മനസ്ഥിതിയുള്ളതും ഈ മനസ്ഥിതിയുള്ളതും ദൈവത്തിന്റെ ദൃഷ്ടിയിൽ ഉണ്ടെന്ന് നാം മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ഉള്ളിൽ കർത്താവ് തന്നിരിക്കുന്ന ഉപനിധിയെ സൂക്ഷിപ്പാൻ, തന്നിരിക്കുന്ന ഉപനിധിക്ക് ആ പവിത്രതയ്ക്ക് ലോകത്തിൽ അതിലും വലിയ സന്തോഷം ഏതാ ഉള്ളേ? അതിൽ വലുത് ഏതാ ഉള്ളേ? ഒന്നുമില്ല. അതിനപ്പുറം ഒന്നുമില്ല. അത്ര വിലയേറിയതാണ്. അതിനെ അത്രമാത്രം എത്രമാത്രം ഗൗരവത്തിൽ സൂക്ഷിക്കുന്നുവോ അത്രമാത്രം ദൈവത്താൽ മാനിക്കപ്പെട്ടും ദൈവത്താൽ സംരക്ഷിക്കപ്പെട്ടും അവൻ ദൈവത്തിന് മുമ്പാകെ വിലപ്പെട്ടവനുമായി വെളിപ്പെടുന്ന ഒരു ദിവസം വരിക. മറഞ്ഞിരിക്കുന്നതൊന്നും വെളിവാകാതിരിക്കുകയില്ല. അങ്ങനെ ആ ദിവസം ഇതാ ഇവന്റെ പദവി എന്താണെന്നറിയാമോ? പദവി നമ്മളെല്ലാം കേട്ടിട്ടുണ്ട്. അവനെ കൈക്കൊണ്ടുണ്ട്. നാം വിശ്വസിക്കുന്ന ദൈവമക്കളാകാൻ ധ്യാനം. ദൈവ മക്കളുണ്ട്, സഹോദരന്മാരുണ്ട്, സ്നേഹിതന്മാരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, അതുപോലെ തന്നെ രോഗികൾ, സൗഖ്യമായ രോഗികളുണ്ട്. അവൻ വൈദ്യനായിരുന്നു. ഇതെല്ലാം ശരി തന്നെയാണ്. എന്നാൽ അവന്റെ അമ്മ എന്നുള്ള സ്ഥാനം ആര് പ്രാപിക്കും? അതാര് പ്രാപിച്ചിട്ടുണ്ട്? ഉണ്ട്. ഒരു കൂട്ടൻ ലോകത്തിൽ ഗണ്യമായിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പഠിക്കുന്നത് ചെറിയ ആട്ടിൻകൂട്ടമേ ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞിരിക്കുന്നു. ചെറിയ ആട്ടിൻകൂട്ടം, അത്യല്പമായ ഒരു ശേഷിപ്പ് ദൈവം കരുതിയിട്ടുണ്ട്. ആ ശേഷിപ്പാണ് ഈ പറയുന്നത്. ആ ശേഷിപ്പിൽ ഒരു ഭാഗമാണ് ഞാനെങ്കിൽ ഞാൻ ഭയപ്പെടേണ്ട കാര്യമില്ല. കാരണം എന്നെ സംരക്ഷിക്കുവാനും ഞാൻ ദൈവത്തിന്റെ മുമ്പിൽ കണ്ണിന്റെ കൃഷ്ണമണി എന്ന് പറഞ്ഞാൽ കൃഷ്ണമണി തന്നെയാണ്. അത്രമാത്രം വിലപ്പെട്ടതാണ്. കാരണം ഉടയവന്റെ പുത്രനെ തന്റെ ജീവനേക്കാൾ സൂക്ഷിക്കുന്ന ഒരുവൻ, നമ്മുടെ ജീവനായ ക്രിസ്തു എന്ന് പറയുന്നതുള്ളതുപോലെ ആ ജീവനേക്കാൾ വിലയേറിയതായി, തന്റെ ജീവനേക്കാൾ വിലയേറിയതായി ആ ജീവനെ സൂക്ഷിക്കുന്ന ഒരു കൂട്ടം ദൈവത്തിന്റെ സഭയായി ഈ ലോകത്തിലുണ്ടെന്നറിഞ്ഞ് ഈ ഓട്ടവും അധ്വാനവും സഫലമായി തീരുവന്നൊക്കെ വേണം. ആ കൂട്ടത്തിൽ അത്യല്പമായ ശേഷിപ്പിന്റെ കൂട്ടത്തിൽ നമ്മൾ ആയിത്തീരുവാൻ നമ്മുടെ ഹൃദയം കൊണ്ടൊരു സമർപ്പണം കർത്താവ് നമുക്ക് നൽകട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഞങ്ങൾ കർത്താവിന്റെ സന്നിധിയിൽ ചിന്തിച്ച വചനങ്ങൾക്കായി സ്തോത്രം. കർത്താവിന്റെ അമ്മയും സഹോദരന്മാരും വന്നിരിക്കുന്നു പറഞ്ഞപ്പോൾ എന്റെ അമ്മ ആര്, എന്റെ സഹോദരന്മാരാര്? ദൈവത്തിന്റെ വചനം പ്രമാണിക്കുന്നവൻ എന്റെ അമ്മയും എന്റെ സഹോദരന്മാരും ആകുന്നു എന്ന് അരുളിച്ചത് കർത്താവേ. ഇന്ന് കർത്താവ് തന്റെ സഭയ്ക്ക്, തന്റെ ജനത്തിന് നൽകിയിരിക്കുന്ന ഏറ്റവും അതിശ്രേഷ്ഠമായിട്ടുള്ള പദവി അത് ഞങ്ങൾ ദൈവത്തിന്റെ ഹിതപ്രകാരം ശ്രദ്ധാപൂർവം സൂക്ഷിച്ച് കർത്താവ് എത്തിച്ചേരുവന്ന കൊണ്ടും കർത്താവ് ഞങ്ങളെ സഹായിക്കണം, അനുഗ്രഹിക്കണം. സ്തോത്രം. മനസ്സിലായത് പ്രാർത്ഥിക്കാം. ഒരാൾ പ്രാർത്ഥിക്കും.